ഗെത്സമൻ മലമുകളിലെ ഈശോയുടെ മൗനം. നിശബ്ദമായൊരു രാത്രി ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി ഗെത്സമൻ തോട്ടത്തിലെത്തുകയാണ്. അവൻ മാറി ഒരിടത്ത് മുട്ടുകുത്തി. പ്രാർത്ഥനയുടെയും വേദനയുടെയും അനുസരണത്തിൻ്റെയും മുട്ടുകുത്തൽ. അവനെ വഞ്ചിക്കാൻ വന്നവർ അടുത്തിരുന്നു. ശിഷ്യന്മാർ ഉറങ്ങിക്കിടന്നു. മനുഷ്യരൊക്കെ അവനെ ഉപേക്ഷിച്ചു. അപ്പോഴും അവൻ നിശബ്ദനായിരുന്നു. ഈശോയുടെ നിശബ്ദതയിൽ ഒത്തിരിയേറെ ഭയമുണ്ടായിരുന്നു. പക്ഷേ ഭയത്തിനുമേൽ വിശ്വാസം ജയിച്ചു. ഒത്തിരിയേറെ വേദനയുണ്ടായിരുന്നു. പക്ഷേ വേദനയ്ക്കുമേൽ അനുസരണം നിലനിന്നു. ഏകാന്തതയുണ്ടായിരുന്നു. പക്ഷേ ഏകാന്തതയ്ക്കുമേൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നു. ഈശോയുടെ മൗനം അവൻ്റെ തോൽവിയല്ല, അതിൻ്റെ ഉച്ചസ്ഥാനം തന്നെയാണ്. നിശബ്ദത പലപ്പോഴും ദൈവം എഴുതുന്ന ഏറ്റവും ശക്തമായ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഗെത്സമേനിലെ നിശബ്ദത കുരിശിൻ്റെ വേദനയിലേക്ക് വഴിയൊരുക്കി. പക്ഷേ അതേ നിശബ്ദത ഉയർപ്പിൻ്റെ പ്രഭാതത്തിലേക്കും വഴിയൊരുക്കി. ജീവിതത്തിൽ നമുക്കും ഗെത്സമൻ നിമിഷങ്ങൾ വരും. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത രാത്രികൾ. അപ്പോൾ യേശുവിൻ്റെ നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാം പറയേണ്ടതില്ല, അത് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാം മനസ്സിലാക്കേണ്ടതില്ല, ചിലപ്പോൾ വിശ്വസിക്കേണ്ടതാണ്. എല്ലാം ഒഴിവാക്കേണ്ടതില്ല, ചിലപ്പോൾ സ്വീകരിക്കേണ്ടതാണ്. ഈ നോമ്പുകാലത്ത് ഗെത്സമൻ നമ്മെ പഠിപ്പിക്കുന്നത് നിശബ്ദതയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു. ശബ്ദമുള്ള ലോകത്തിൽ വിശ്വാസമുള്ള നിശബ്ദത അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്നു. യേശു നിശബ്ദനായിരുന്നപ്പോൾ സ്വർഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ഗെത്സമൻ നിമിഷങ്ങളിൽ നീ ഭയപ്പെടരുത്. നിന്റെ നിശബ്ദതയിൽ ദൈവം നിനക്കായിട്ട് ഒരു പുതിയ പ്രഭാതം ഒരുക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ഗെത്സമനികളിൽ ഓരോ അനാഥ ജന്മങ്ങളാണ്. സങ്കടം പെയ്തിറങ്ങുന്ന, മരണവേദനയുടെ ഇരുട്ടുമൂടുന്ന, വിയർപ്പ് രക്തത്തുള്ളിയായി ഒഴുകിയിറങ്ങുന്ന ആ ഗെത്സമനിയിലും നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, കൂട്ടിരിക്കാൻ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ ഉണ്ടാകും എന്നത് ഈശോയുടെ ഉറപ്പാണ്. ആമേൻ.